കെ.എം. ഷാജിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ സാക്ഷാൽ ഇന്ദിരാഗാന്ധി അജ്മീർ ദർഗയിലടക്കം ചാദർ വിരിക്കുന്നതിന്റെ വാജ്പേയിയും എൽക്കേജുമനിയും അവിടുത്തെ ചാദർ വിരിക്കുന്നതിന്റെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കെ കരുണാകരൻ മാതാമൃതാനന്ദമയായിട്ട് കൂടിക്കണ്ടതിന്റെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ആരൊക്കെയാണ് അവരെ ആരാധ്യമായിട്ട് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്തതകളുണ്ടാവും. പക്ഷെ അവരൊക്കെ സമൂഹത്തിൽ പല ആളുകളും ആരാധ്യരായിട്ട് കാണുന്ന വ്യക്തികളാണ്. അവരൊക്കെയായിട്ട് മുഖ്യമന്ത്രിക്കും പൊതുപ്രവർത്തകർക്കൊക്കെ ബന്ധപ്പെടേണ്ടതിന് കാണേണ്ടി വരും. അത് വിശ്വാസപരമായ കാര്യങ്ങളായിട്ട് എങ്ങനെ ബന്ധപ്പെടും? ഒറ്റയ്ക്ക് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ ആഫീസോ ഏതെങ്കിലും ഒരു പരാതി കൊടുത്തതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയും? മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വന്ന വാർത്തകൾ, ബിഷപ്പിന്റെയൊക്കെ അനുകൂല പ്രസ്താവനകൾ നിങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ കാർഡടിച്ച് പ്രചരിപ്പിച്ച സാധനങ്ങളടക്കം മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി നീക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതും ആരെങ്കിലും പരാതി കൊടുത്തിട്ടാണ് എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായില്ല. ഈ വിഷയത്തിൽ മുഴുവൻ സാധനങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്ന സാഹചര്യം അത് മുഖ്യമന്ത്രി പരാതി നൽകിയിട്ടോ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല പിന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് സംഭവങ്ങളൊക്കെ അങ്ങ് പൂരിപ്പിച്ച് സ്വയം കൂട്ടി വായിക്കുന്നതിന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ ഒക്കെ എങ്ങനെ ഉത്തരവാദിയാവും? മുഖ്യമന്ത്രി എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം രേഖാമൂലം ആരോടും പറഞ്ഞിട്ടില്ല. അല്ലാതെയും പുള്ളി ഇത് നീക്കം ചെയ്യണമെന്ന് ആരോടും മെറ്റ ഉൾപ്പെടെ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് വസ്തുത. അല്ല, അത് ഞാനും ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വാർത്ത, മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് മുമ്പൊരു അഭിമന്യ പിതാവ് ഒരു പ്രസ്താവന ഇറക്കി, അതും മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ മെറ്റയുടെ വിവേചനാധികാരം എന്ന് കരുതുക എന്നല്ലാതെ നമുക്ക് അതിനകത്തൊക്കെ എന്ത് രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത്? ഒരു ദിവസം മുഖ്യമന്ത്രി മാതാമൃതാനന്ദമയെ കണ്ടത് വലിയ വിവാദമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മുമ്പ് കെ.എം. ഷാജി മന്ത്രിമാരിലും ആൾക്കാരുകളൊക്കെ കാണാനോ എത്തിക്കാനോ ഒന്നും പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടതിന് ശേഷവും അതേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കാണ് അല്ല, കെ.എം. ഷാജിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ സാക്ഷാൽ ഇന്ദിരാഗാന്ധി അജ്മീർ ദർഗയിലടക്കം ചാദർ വിരിക്കുന്നതിന്റെ വാജ്പേയിയും എൽക്കേജുമനിയും അവിടുത്തെ ചാദർ വിരിക്കുന്നതിന്റെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കെ കരുണാകരൻ മാതാമൃതാനന്ദമയായിട്ട് കൂടിക്കണ്ടതിന്റെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ആരൊക്കെയാണ് അവരെ ആരാധ്യമായിട്ട് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്തതകളുണ്ടാവും. പക്ഷെ അവരൊക്കെ സമൂഹത്തിൽ പല ആളുകളും ആരാധ്യരായിട്ട് കാണുന്ന വ്യക്തികളാണ്. അവരൊക്കെയായിട്ട് മുഖ്യമന്ത്രിക്കും പൊതുപ്രവർത്തകർക്കൊക്കെ ബന്ധപ്പെടേണ്ടതിന് കാണേണ്ടി വരും. അത് വിശ്വാസപരമായ കാര്യങ്ങളായിട്ട് എങ്ങനെ ബന്ധപ്പെടും? മുഖ്യമന്ത്രി എന്നാൽ സമൂഹത്തിലെ, ഈ നാട്ടിലെ, കേരളത്തിന്റെ പൊതുവായ പ്രതീകമാണ്. ആ പ്രതീകത്തിന് പല ആളുകളെയും കാണേണ്ടി വരും. അതിനൊക്കെ എന്താ വാർത്ത എന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ കെ.എം. ഷാജിയുടെ പ്രസ്താവനയാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തു. ചില ആളുകൾക്ക് ചില നിലപാടെടുക്കാനും അതിലുറച്ചു നിൽക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അത്തരത്തിലൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നിരവധിയായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി ബിഷപ്പ് ഹൗസ് സന്ദർശിച്ച വേളയിൽ കെ ആന്റണി ഒരു വേളയിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിലെ ചില നിലപാടുകളാണ്. അതെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരാളൊരു നിലപാടെടുത്തു എന്നുള്ളതൊരു സാമാന്യവൽക്കരിച്ച് എല്ലാവർക്കും ബാധകമാകുന്നതൊന്നും അല്ലല്ലോ. കോൺഗ്രസ് പാർട്ടിക്ക് ഏതായാലും അത് നിലപാടില്ല.